ഹായ് വെൽക്കം ഓൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാഫിക് ക്യാമ്പയിനെ കുറിച്ചാണ്. ട്രാഫിക് ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എപ്പോൾ എന്ത് പർപ്പസിലാണ് യൂസ് ചെയ്യേണ്ടത്, ഓക്കെ, ഇങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, കൂടുതലായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്തിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ട്രാഫിക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലിങ്ക് ക്ലിക്സ് കൂട്ടാൻ, ലാൻഡിംഗ് പേജ് വ്യൂസ് ഇൻക്രീസ് ചെയ്യാനും, നമ്മൾ ഓഫർ ടൈപ്പ് ആഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ഇൻക്രീസ് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ഇൻക്രീസ് ചെയ്യാനും, മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് കണക്ട് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് പോലുള്ള മീഡിയംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനും, കോൾസ് കൂടുതൽ വരാനൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് ക്യാമ്പയിൻ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബിസിനസ് എന്താണ്, നിങ്ങളുടെ ക്യാമ്പയിൻ ടൈപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കുക. അതുകൂടാതെ തന്നെ എന്ത് ടൈപ്പ് ഓഫ് ആഡ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് റിസൾട്ട് ആണ് വേണ്ടത്, അതിനനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക. അപ്പൊ എനിവേ ഈ ഒരു ട്രാഫിക് ക്യാമ്പയിൻ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ദെൻ ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് വരും. ചൂസ് എ ക്യാമ്പയിൻ സെറ്റപ്പ്, ഓട്ടോമാറ്റിക് ഓപ്ഷനും ഉണ്ട്, മാനുവൽ ട്രാഫിക് ക്യാമ്പയിൻ ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാനുവൽ ഓപ്ഷൻ ആണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാൻ ഏറ്റവും നല്ലത് മാനുവൽ ഓപ്ഷൻ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ന്യൂ ട്രാഫിക് ക്യാമ്പയിൻ കേരള എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് 27/10/2025. ഇത് നമുക്ക് എപ്പോൾ എന്ന് നോക്കിയാലും നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് ലൊക്കേഷനാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത് ഒക്കെ മനസ്സിലാവും അല്ലെ. ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ആണോ വാട്സപ്പ് ആണോ തുടങ്ങിയ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എനിവേ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു ശേഷം ഇത് ഓരോ 3 സ്റ്റെപ്പിലും ഇതിന്റെ നെയിം റീനെയിം ചെയ്യാം. തേർഡ് സ്റ്റെപ്പിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ദെൻ വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കുന്ന സമയത്ത് ബൈയിങ് ടൈപ്പ് ട്രാഫിക് ക്യാമ്പയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ താഴേക്ക് വരുമ്പോൾ ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ A/B ടെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരേ സമയം 2-3 ആഡ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, സ്പെഷ്യൽ ആഡ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ആഡ് കാറ്റഗറിക്ക് ആവശ്യമില്ല. കാരണം നമ്മളൊരു ഇലക്ഷൻ ബേസ് ചെയ്തിട്ടോ ഹൗസിംഗ് ബേസ് ചെയ്തിട്ടോ എംപ്ലോയ്മെന്റോ ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിന്റെ ഒന്നും പ്രൊമോഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊമോഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിവേ അത് സെലക്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ്ലി എത്തും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ കൺവേർഷനിൽ ഞാൻ വെബ്സൈറ്റ് ഉണ്ട്, ആപ്പ് ഉണ്ട്, മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, കോൾസ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ട്രാഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബ്സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് വരാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, അതായത് ഞാൻ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഡയറക്റ്റ് നമ്മൾ വെബ്സൈറ്റ് ലിങ്ക് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ www.fixago.in അല്ലെങ്കിൽ അനൂപ് ഡിജിറ്റൽ എന്താണോ വരുന്നത്, നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണോ അതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ വെബ്സൈറ്റ് അല്ല കൊടുക്കുന്നത് എങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ആണ്. മെസ്സേജ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ വരും, ഇൻസ്റ്റാഗ്രാം വരും, വാട്സപ്പ് വരും. ഇതെല്ലാം മെറ്റയുടെ അണ്ടറിൽ വരുന്ന ടൂൾസ് ആണ്. സോ അതെന്ത് ചെയ്യുക, എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് നോക്കാം അല്ലെ. അപ്പൊ പെർഫോമൻസ് ഗോൾ സെറ്റ് ചെയ്തു. ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഫേസ്ബുക്ക് പേജും സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ 3ഉം ഒരുമിച്ച് കാണിക്കേണ്ടത്. നമുക്ക് മാനുവൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഏതിലേക്കാണ് നമുക്ക് എൻക്വയറീസ് വരേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. മാനുവൽ ഓപ്ഷൻ പോവുക. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് മാത്രം ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കുമായിട്ടുള്ള എല്ലാ കൊളാബറേഷൻസും. സോ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് വാട്സപ്പ് ആണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പൊ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വ്യൂസ് കാണുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എവിടെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെബ്സൈറ്റ് ആകുമ്പോൾ ലാസ്റ്റിൽ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാൻ വരും. ഞാനിപ്പോ വാട്സപ്പ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ശ്രദ്ധിച്ചു നോക്കുക, കൺവേർഷൻ ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലെ, കൺവേർഷൻ. അപ്പോൾ ചെറിയ മാറ്റം അവിടെ കാണുന്നുണ്ട്. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്ന ഓപ്ഷൻ പോയി, അതാണ് ഞാൻ മീൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മാറ്റങ്ങൾ വരുന്നത്. പലരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഞാൻ അത് കൊടുത്ത എന്താ വരിക, ഇത് കൊടുത്ത എന്താ വരിക, അല്ലെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ആ മാറ്റം വരുന്നത്, ഇതൊക്കെയാണ് മാറ്റം. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു
സോഫ്റ്റ്വെയറിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ട്രാഫിക് ആണ് നിങ്ങൾക്ക് വരേണ്ടതെങ്കിലോ, പ്രൊഫൈൽ വിസിറ്റ് വരണം, ഫോളോവേഴ്സ് കൂടണം, പേജിന്റെ ആക്ടിവിറ്റി കൂടണം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, പേജ് സെലക്ട് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ അത് സെലക്ട് ചെയ്യാം. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് മതി ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഒഴിവാക്കി ഇൻസ്റ്റഗ്രാം മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇനി രണ്ടും കൊടുക്കാം, നോ പ്രോബ്ലം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ചെയ്യാനുണ്ട് അല്ലെ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ എന്ത് മാറ്റമാണ് ഈ ഒരു ചേഞ്ചിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ. യെസ്, താഴേക്ക് വന്നപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും ഇല്ല, ആഡ് സെറ്റ്, ആഡ് സെലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വിസിറ്റും പ്രൊഫൈൽ വിസിറ്റും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് ആഡ് അല്ല, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് മാറരുത്. ഞാൻ എപ്പോഴും എല്ലായിടത്തും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുള്ളത്, നിങ്ങൾ വീഡിയോ പ്രോപ്പറായിട്ട് കാണുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, നിങ്ങൾ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പൊ ഞാനിവിടെ യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വിസിറ്റ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വല്ല പോസ്റ്റോ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഫൈൽ വിസിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ സെലക്ട് ചെയ്യണം. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ പബ്ലിക്കിന് കാണാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ അട്രാക്ഷൻ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനും കൂടി ഉണ്ട് അല്ലെ, കോൾ ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഡെസ്റ്റിനേഷൻ ഇസ് സപ്പോർട്ടഡ് സ്റ്റാൻഡേർഡ് എൻഹാൻസ്ഡ്. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഓക്കെ, കോൾസിലേക്ക് വരിക. കോൾസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മാക്സിമം നമ്പർ ഓഫ് കോൾസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, പെർഫോമൻസ് ഗോൾ മാറുന്നുണ്ട്. മാക്സിമൈസ് നമ്പർ ഓഫ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ്. മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമൈസ് നമ്പർ ഓഫ് ക്ലിക്സിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇതിൽ ക്ലിക്സ് മാത്രമല്ല വേറെ ഓപ്ഷൻസ് ഉണ്ട്, യുണീക്ക് റീച്ച് ഉണ്ട്, കൺവേർഷൻ ഉണ്ട്, ഇംപ്രഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ട് മാത്രം അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ദെൻ നമ്മൾ കോളിലേക്കാണോ അല്ലെ, കോളും സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് നോക്കുക. കോൾ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാതെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചേഞ്ച് ആണെന്ന് ഇവിടെ അറിയാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് ഓൺ മെസ്സഞ്ചർ ഉണ്ട്. അതിനുശേഷം കോൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ദെൻ എന്താ വന്നിട്ടുള്ളത് നോക്കാം. നമുക്കിവിടെ ആഡ് പ്രിവ്യൂ വരണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇമേജോ വീഡിയോ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്കൊരു പിക്ചർ കിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. യെസ്, ജസ്റ്റ് ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ഇൻസ്റ്റാഗ്രാം ആഡ്, ഫേസ്ബുക്ക് ആഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കോപൈലറ്റോ ജെമിനിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആഡ് കോപ്പി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഡൺ എൻ്റർ ചെയ്യുക. ഡെമോ ടെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം അല്ലെ. ഹെഡ്ലൈൻ, കോൾ ഡിസ്ക്രിപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ കോൾ നൗ എന്ന് പറയുന്ന ബട്ടണാണ് ഇവിടെ കാണുന്നത് അല്ലെ, കാണുന്നില്ലേ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾക്ക് ഏത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണോ കൺവേർഷൻ ആണോ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ബൈ ദ വേ ഞാൻ ജസ്റ്റ് വാട്സപ്പിലേക്കുള്ള ഒരു കണക്ഷൻ കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഡെസ്റ്റിനേഷൻ ലിങ്ക് ക്ലിക്സ് കൊടുക്കാം, അല്ലെങ്കിൽ കൺവേർഷൻ ഏതാണോ വേണ്ട വെച്ചാൽ കൊടുക്കാം. ലിങ്ക് ക്ലിക്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചുമ്മാ വെറുതെ ക്ലിക്ക് ചെയ്ത് പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടാവുള്ളൂ. പിന്നെയും നമുക്ക് ചാൻസ് ഉള്ളത് മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ. ഒരു 100 ആള് കണ്ട് 2 എൻക്വയറി വരികയാണെങ്കിൽ കൺവേർഷൻ ആയിരിക്കും നമുക്ക് നല്ലത്. ലിങ്ക് ക്ലിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആളുകൾ ക്ലിക്ക് ചെയ്ത് പോവാന്നൊക്കെ ആയിരിക്കും. ഡെഫിനറ്റ്ലി നമുക്കൊരു എൻക്വയറി ആവണമെന്ന് ഒരു ചാൻസും ഇല്ല. പല ആളുകളും ചോദിക്കുന്ന ഒരു വലിയ ഡൗട്ടാണത്. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് മെസ്സഞ്ചർ ചേഞ്ച് ചെയ്യുക, വാട്സപ്പ് കൊടുക്കുക. വാട്സപ്പ് കറക്റ്റായിട്ട് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ബിഡ് സ്ട്രാറ്റജി കൊടുക്കാം. ഐ മീൻ ബിഡ് നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിമം എമൗണ്ട് ആയിട്ട് കൊടുത്താൽ മതി.
വലിയൊരു എമൗണ്ട് ഫിഗർ നിങ്ങൾ കൊടുക്കണ്ട. ദെൻ മെസ്സഞ്ചർ റിമൂവ് ചെയ്യാം. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ ഓപ്ഷനാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു 15 മിനിമം കൊടുത്തു നോക്കാം. വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത്രയൊന്നും ബഡ്ജറ്റൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഒരു 200 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. എൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. എൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 27 ആണെങ്കിൽ 30 കൊടുക്കുക. അതിനുശേഷം നിറയെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷനിലും പോയി ഇപ്പൊ ചെയ്യേണ്ട, മെല്ലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ട്രാഫിക് ക്യാമ്പയിൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളയാണ് ലൊക്കേഷൻ കൊടുക്കുന്നത്. സോ കേരള ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏജ്. ഞാനൊരു 25 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഏജിലാണോ കസ്റ്റമേഴ്സ് വരേണ്ടത് ആ ഏജിങ് സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് ഞാൻ മലയാളികളെ മാത്രമേ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ മലയാളം കൊടുക്കുക. നിങ്ങൾ മറ്റു ലാംഗ്വേജുകൾ എടുക്കുന്നുണ്ട്, മറ്റു ലൊക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ലൊക്കേഷനും ലാംഗ്വേജും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. അതും കൂടെ കറക്റ്റ് ആയിട്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. 25 to 65. 65 വേണ്ട, ഒരു 50 മതിയെങ്കിൽ 55 മതിയെങ്കിൽ 55 കൊടുക്കുക. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് ഓൾ ജെൻഡേഴ്സ്. ഓക്കെ, അബ്സല്യൂട്ട്ലി ഞാൻ ഓൾ ജെൻഡേഴ്സിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ അത് തന്നെ മതി. ദെൻ നോർമലി ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസ് ഓണേഴ്സ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബിസിനസ് ഓണേഴ്സ്, പേജ് അഡ്മിൻസ്, ഓക്കെ, സ്മോൾ ബിസിനസ് ഓണേഴ്സ്. അതിനുശേഷം എന്റർപ്രണർഷിപ്പ് കൊടുക്കാം. പിന്നെ നമുക്ക് ബിസിനസ് ഓണർ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. യെസ്, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ ഓൾറെഡി സെലക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൊട്ടിക് ബിസിനസ് ഓണേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെടുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ അത്, ദെൻ നമുക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ട്, ഫിനാൻഷ്യൽ ആയിട്ട്, അങ്ങനെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഇങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണോ കണക്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ എഞ്ചിനീയർ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എഞ്ചിനീയർ ജോബ് ഉള്ള ആളുകളെ നമുക്ക് എടുക്കാൻ പറ്റും. എഞ്ചിനീയർ ടെക്നീഷ്യൻ, എഞ്ചിനീയർ ബേസ് ചെയ്തിട്ട്. അപ്പൊ ടൈപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് നമുക്കിവിടെ കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഓരോരുത്തരെ നമുക്ക് ടാർഗറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ആണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിനുശേഷം ഏത് ടൈപ്പ് ഓഫ് ആഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ട്രാഫിക്കിൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് വാട്സപ്പ് ആണ്. സോ വാട്സപ്പിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇമേജ് കൊടുക്കാം. ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു. അതല്ല നിങ്ങൾക്ക് യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ഇമേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതും നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ കോപ്പൈലറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ചാറ്റ് വിത്ത് അസ് കൊടുക്കുക. അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം ഓഫർ സെറ്റ് ചെയ്തിട്ട് നേരെ വാട്സപ്പ് എല്ലാം ഓക്കെയാണ്. ഇനി നേരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഡ് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ട്രാഫിക് ക്യാമ്പയിൻസ് ഏത് ടൈപ്പ് ഓഫ് റിസൾട്ട് ആണോ വേണ്ടത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഡ് റൺ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ എന്തെങ്കിലും റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കോ എറേഴ്സോ കാണിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കാണിക്കുന്നത് ബിഡ് എമൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം, കൂട്ടിക്കൊടുത്ത് നോക്കാം അല്ലേ. ഓക്കെ, ബിഡ് ക്യാപ്പിന്റെ ഇഷ്യൂ ആണ് കാണുന്നത്. ഇനി നമുക്കൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ലോ കോസ്റ്റ് വിത്തൗട്ട് ക്യാപ് ബിഡ് സ്ട്രാറ്റജി. ഓക്കെ, നമുക്ക് ഈ ബിഡ് ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ബിഡ് ഒഴിവാക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാല് നമുക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതലാക്കിയിട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് ഓപ്ഷൻ എന്തെങ്കിലും
കോസ്റ്റ് ക്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. നമുക്ക് നോക്കാം. ഇത് കൺവേർഷൻ ആണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. കൺവേർഷൻ നോർമലി കുറച്ച് എമൗണ്ട് കൂടുതൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. യെസ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് കൂടി നോക്കാം. കോസ്റ്റ് ക്യാപ്പ് സെലക്ട് ചെയ്യാനുള്ള. യെസ്, ഓക്കെ. ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നിലവിലില്ല. ട്രാഫിക്കും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, ദെൻ ഓക്കെ, ജസ്റ്റ് എമൗണ്ട് കൂടുതൽ കൊടുത്തു നോക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എറേഴ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് പബ്ലിഷ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആഡ് എന്ത് ചെയ്യും, ആദ്യം ഇൻ റിവ്യൂ ആൻഡ് പ്രോസസ്സിംഗ് ആൻഡ് ആക്റ്റീവ് ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ നിങ്ങളുടെ ആഡ് റൺ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രാഫിക് ക്യാമ്പയിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി എല്ലാ ബിസിനസ്സുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. എനി ടൈപ്പ് ഓഫ് ബിസിനസ് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആഡ് റൺ ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എനിവേ, മറ്റൊരു വീഡിയോ ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.